നമസ്കാരം. ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാർച്ച് 2, 3 തീയതികളുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ 2022 കണക്കുകൾ പ്രകാരം രാജ്യത്തെ പുള്ളിപ്പുലികളുടെ എണ്ണം എത്ര? കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ 2022 കണക്കുകൾ പ്രകാരം രാജ്യത്തിലുള്ള ആകെ പുള്ളിപ്പുലികളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 13,874 ആണ്. രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. രണ്ടാമത്തെ ചോദ്യം, വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 വേദി. എന്താണ് ചോദ്യം? വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ 2025 വേദി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നോക്കിയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം, വേൾഡ് ചാമ്പ്യൻഷിപ്പ് വേദികൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ പരീക്ഷകൾക്കും മെയിൻ ആയിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എന്തെന്നുള്ളത്. അപ്പോ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 വേദി ടോക്കിയോയാണ്, ഓർത്തു വെച്ചേക്കുക. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യം ഏതാണ്? ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യം. മികച്ച ഗുണനിലവാരത്തിലുള്ള മരുന്നുകളും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും പൊതുജനങ്ങൾക്ക് വളരെ തുച്ഛമായ വിലയിൽ ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു സംവിധാനമാണ് ജൻ ഔഷധി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യത്തെ വിദേശ രാജ്യമാണ് മൗറീഷ്യസ്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട നദി ഏതാണ്? കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് 6 നദികളെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ള നദിയാണ് പെരിയാർ. പുറത്തു വെച്ചേക്കാം കേട്ടോ. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമാക്കി പ്രഖ്യാപിച്ചിട്ടുള്ള ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യത്തെ നഗരം അത് ഏത് നഗരമാണ്? ഇവിടെ കൊച്ചിയാണ്. അടുത്ത ചോദ്യം, ഗർഭചിത്രം സ്ത്രീകളുടെ മൗലിക അവകാശമാക്കിയിട്ടുള്ള യൂറോപ്യൻ രാജ്യം ഏതാണ്? ഗർഭചിത്രം സ്ത്രീകളുടെ മൗലിക അവകാശമാക്കാൻ യൂറോപ്യൻ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ബൗദ്ധിക സ്വത്തവകാശ സൂചിക 2024 ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? അന്താരാഷ്ട്ര ബൗദ്ധിക സ്വത്തവകാശ സൂചികയിൽ 2024 ഒന്നാമതെത്തിയ ആദ്യത്തെ രാജ്യം ഏതാണ്? US ആണ്. ഓക്കെ, അപ്പൊ അതിൽ ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് 42ാമത്തെ സ്ഥാനമാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം എത്ര വയസ്സ് കഴിഞ്ഞവർക്കാണ് തിരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്നത്? ശ്രദ്ധിക്കുക, കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം എത്ര വയസ്സ് കഴിഞ്ഞവർക്കാണ് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കിയിട്ടുള്ളത്? ഉത്തരം എന്താണ്? 85 വയസ്സ് കഴിഞ്ഞവർക്ക്. ഓക്കെ, അടുത്ത ചോദ്യം, ലോക വന്യജീവി ദിനം എന്നാണ്? ലോക വന്യജീവി ദിനം നമ്മൾ എല്ലാ ദിവസവും ഉള്ള കറണ്ട് അഫയേഴ്സിൽ ഒരുപാട് പ്രധാനപ്പെട്ട ദിനങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലോക വന്യജീവി ദിനം എന്നാണ്? മാർച്ച് 3 ആണ്. ഓർക്കുക. ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കും വീഡിയോസിനുമായി ദൃഷ്ടി ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്ക് യു.